രാഹുലിനോടും നിങ്ങൾ ഓരോരുത്തരോടുമാണ് ഈ ചോദ്യം. രാഹുലെ, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? രാഹുലെ പലപ്പോഴും രാഹുൽ ജിന്നോ മാങ്കൂട്ടത്തിൽ ജിന്നോ ഒക്കെ വിളിക്കാറുള്ളൂ. രാഹുലിനോടുള്ള ദേഷ്യവും ഇഷ്ടവും സ്നേഹവും കൂടി കാരണമാണ് നീ ഇന്ന് വിളിക്കുന്നത്. രാഹുൽ കുറെ കൂടെ ശക്തിയായിട്ട് പ്രതികരിക്കണം, വെളിയെ വന്ന് ഇതിനെതിരെ പോരാടണം. രാഹുൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, ഒരുപക്ഷെ ഓണത്തിനൊക്കെ ശേഷം. അതിൽ ഞങ്ങൾ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ താമസത്തിന്റെ ദേഷ്യം കൂടെ എന്റെ സ്വരത്തിലുണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നീ ഇന്ന് വിളിക്കുന്നത് കേട്ടോ, ബഹുമാനക്കുറവ് കാരണമല്ല. രാഹുൽ അങ്ങനെ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ നാട്ടുകാർ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ നോക്കിയാൽ ഇതേപോലെ ഇരിക്കും ദൈവത്തിന്റെ മുഖം. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിന്റെയും നീതിയുടെയും വേറൊരു പേരാണ് ദൈവം. വേറെ എന്ത് ദൈവമാണ്? നമ്മൾ മേളിൽ ഒരാൾ ഇരിക്കുന്നു എന്ന് സ്ഥിരം പറയില്ലേ? അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് നോക്കിയാൽ താഴെ എല്ലാത്തിനെയും ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളെ കാണാം. എല്ലാ സത്യങ്ങളും അറിയുന്നു എന്ന അർത്ഥത്തിലാണ് ദൈവം എന്നൊരാൾ മേളിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ദൈവീകതയുടെ ഏറ്റവും നല്ല അടയാളമാണ്. ഈ ജഡ്ജി, ഈ ആനന്ദ് വിശ്വനാഥൻ എന്ന വ്യക്തി 3 വർഷം ജയിലിൽ കിടന്നു, സസ്പെൻഡ് ചെയ്യപ്പെട്ടു, ജീവിതത്തിന്റെ താളം തെറ്റി. 11 വർഷത്തിന് ശേഷം ആ മനുഷ്യന് നീതി ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുപോലെ ആകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേപോലെ 3 വർഷം ജയിലിൽ കിടക്കണം. ചിലപ്പം ഗർഭചിത്രം ഉള്ളതാണ്, 10 വർഷം ജയിലിൽ കിടക്കണം. അങ്ങനെ 10-15 വർഷം ഫൈറ്റ് ചെയ്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടിയാൽ മതിയെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരും അടക്കം രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ ഫൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ വ്യക്തിയുടെ വാർത്തയൊന്ന് നോക്കാം. അത് ആവേശോജ്വലമായ ഒരു വാർത്തയാണ്, നമ്മൾ എല്ലാവരും കാണേണ്ട വാർത്തകളിൽ ഒന്നാണ്. മനോരമയടക്കം എല്ലാ മീഡിയയും പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. കോപ്പിയടി പിടികൂടിയതിന് വ്യാജ പീഡന പരാതി, 3 വർഷം ജയിൽ, ഒടുവിൽ നീതി. ഇതാണ് ആനന്ദ് വിശ്വനാഥൻ എന്ന ആ പാവ മനുഷ്യൻ. എന്താ സംഭവം എന്നറിയാം? തൊടുപുഴ അഡീഷണൽ ചീഫ് എക്സാമിനർ ആയിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെ കോപ്പിയടിക്ക് പിടികൂടിയതിന് വിദ്യാർത്ഥിനികൾ വ്യാജ കേസിൽ കുടുക്കിയിട്ട് 11 വർഷം. 3 വർഷം ജയിലിൽ കിടന്നു. ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളതിനാൽ ആനന്ദ് ധീരമായി പോരാടി. ഒടുവിൽ കുറ്റവിമുക്തനെന്ന വിധി നേടി. തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കിയത്. ആ ജഡ്ജിയുടെ പേര് ലൈജുമോൾ ഷെരീഫ്. ഇതാണ് ആ ദൈവത്തിന്റെ കരമുള്ള ജഡ്ജിയുടെ പേര്, ലൈജുമോൾ ഷെരീഫ്. നമ്മുടെ പത്രങ്ങൾ കൊടുക്കുമ്പോഴേ ഇതേപോലത്തെ ജഡ്ജിമാരുടെ പേര് കൊടുക്കണം. 2 കാര്യം ഉള്ളതുകൊണ്ടാണ് ഈ ജഡ്ജിമാർ ചെയ്യുന്ന മഹത്തരമായ കാര്യം. പ്രത്യേകിച്ച് CPM-ന്റെ ബന്ധപ്പെട്ട SFIയുടെ ബന്ധപ്പെട്ട പിള്ളേരാണ് കൊടുത്തത്. ഗവൺമെന്റിനടക്കമെതിരെ ശക്തമായി ഇവരുടെ ഒരു നിലപാട് വന്നു. 2 സ്ത്രീയാണ്. ഇതേപോലെ സ്ത്രീയാണെന്ന് പറയുന്നതിന്റെ കാരണം വരുന്നുണ്ടെന്നറിയോ? ഈ പുരുഷന്മാർക്കെതിരെ വ്യാജ പീഡന പരാതികൾ വരുമ്പോൾ നിങ്ങൾ സ്ത്രീകളാണ്, വനിതാ അഡ്വക്കേറ്റ്സ് ആകട്ടെ, വനിതാ മാധ്യമപ്രവർത്തകരാകട്ടെ, വനിതാ ജഡ്ജിമാരാകട്ടെ, വനിതാ പോലീസുകാരാകട്ടെ, നിങ്ങളാണ് ഞങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കേണ്ടത്. കാര്യം ഞങ്ങളുടെ സ്വരത്തിനെക്കാട്ടി നിങ്ങളുടെ സ്വരത്തിന് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. ഞങ്ങൾ ആണുങ്ങൾ പറയുകയാണെങ്കിൽ പലപ്പോഴും ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ വേട്ടക്കാരോടൊപ്പമാണെന്നൊക്കെ പറയും. നിങ്ങൾ സ്ത്രീകളാണ് നീതിയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടത്, സത്യത്തിന് വേണ്ടി നിൽക്കേണ്ടത്. അപ്പോൾ ഇതാണ് ആ മാഡം, ശ്രീമതി ലൈജുമോൾ ഷെരീഫ്. മാഡത്തിന്റെ കാലിൽ തൊട്ട് പ്രണാമം അർപ്പിക്കുന്നു. വലിയ കാര്യമാണ് മാഡം ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനും ഭാവിയിൽ അതേപോലെ നല്ല വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും നല്ല വനിതാ ജഡ്ജിമാരെയും കിട്ടട്ടെ. കാര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് പലപ്പോഴും നട്ടലില്ല. ഈ സ്ത്രീ വിരുദ്ധനാണ്, നിങ്ങൾക്ക് പുരോഗമനം പോരാ, നിങ്ങൾ സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് അവര് ശക്തമായ നിലപാടൊന്നും എടുക്കില്ല. അഴകുഴമ്പനായി നിന്നുകൊണ്ട് സ്ത്രീകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം, സ്ത്രീകളെ സംരക്ഷിക്കാനാണ് പോകുന്നത്, അതാണ് ഉറുമീസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അതിനപ്പുറം ഇനി നമ്മുടെ വിഷയം കുറച്ചുകൂടെ നോക്കാം. തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ്. മനോരമക്കാർ ആ പേര് എഴുതണേ. ലൈജുമോൾ ഷെരീഫ് മാഡമാണ് ആ വിധിന്യായം കൊടുത്തത്. അത് ഗംഭീര വിധിന്യായമാണ്. സാറിന്, ആനന്ദ് വിശ്വനാഥൻ സാറിന്, ഒരു പ്രൊഫസറാണ്, ആലോചിക്കും. 2014 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള കാലത്ത് പീഡിപ്പിച്ചതായി ആരോപിച്ച് 5 വിദ്യാർത്ഥിനികളാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവി കൂടിയായിരുന്ന പ്രൊഫസർ ആനന്ദിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത്. നോട്ട് ദ പോയിന്റ്, 5 വിദ്യാർത്ഥികളാണ്. ഇത് സ്ഥിരമുള്ള ഒരു നമ്പറാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും കാണാം 13 പരാതികൾ വന്നു, പരാതി പ്രളയം എന്നൊക്കെ. അപ്പൊ ഈ നമ്പർ കൂടുമ്പോൾ നാട്ടുകാരും മീഡിയക്കാരും കോടതിയൊക്കെ തെറ്റിദ്ധരിക്കും സീരിയസ് ആയ കേസാണ്. അതിനാണ് ഈ നമ്പർ പലപ്പോഴും കൂട്ടുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? നിരന്തരമായി പരാതി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ധാരണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആനന്ദിനെ കൊടുക്കാൻ അധ്യാപകർ ഉൾപ്പെടെ കോളേജ് അധികൃതരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നതായിട്ടാണ് ആരോപണം. വിദ്യാർത്ഥികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ CPM ഓഫീസിൽ വെച്ചാണ് തെളിഞ്ഞു. നമ്മുടെ സഖാക്കളും തെള്ളി പറയണം.
നാളെ നിങ്ങൾക്കെതിരെയും വരും. മുകേഷേട്ടനെതിരെ വന്നതും പച്ച കള്ളപ്പരാതിയാണ്. ഞാൻ മുകേഷേട്ടനെ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ കണ്ട് 1.5 മണിക്കൂർ മുകേഷേട്ടൻ ഈ വിഷയം സംസാരിച്ച്. നാളെ ആർക്കെതിരെയും വരാം. ഇതൊരു പാർട്ടി പ്രവർത്തനമല്ല. CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ബാക്കിയുള്ളവനെ കൊടുക്കാനുള്ള ഈ സ്വഭാവം ശരിയല്ല. അതാരാണെങ്കിൽ ഇനിയും പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും കൂടെ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സർവകലാശാല നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് 2014 2ാം സെമിസ്റ്റർ എക്കണോമിക്സ് പരീക്ഷ നടത്തിയത്. കോളേജിൽ അന്ന് വ്യാപകമായി കോപ്പിയടി നടന്നു. സാറേ, കോപ്പിയടി നടക്കട്ടെ എന്ന് വിചാരിക്കും സാറേ. സാറിന്റെ ജീവിതം എന്തിനാണ് ഈ വൃത്തികെട്ട പിള്ളേർക്ക് വേണ്ടി കഴിയുന്നത്? തമാശ ആലങ്കാരികമായിട്ട് പറയാൻ ട്രോൾ ചെയ്ത് പറയുക. ഈ പിള്ളേരെ നന്നാക്കാൻ നോക്കിയോണ്ടല്ലേ സാറിന്റെ ജീവിതത്തിലെ 11 വർഷം പോയത്. ഈ പിള്ളേരെ നന്നാക്കി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നാക്കണം, കാര്യങ്ങൾ ശരിയായി വരണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ 3 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. കോപ്പി അടിച്ച് നശിച്ച് എങ്ങനെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചാൽ സാറേ, അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ആ മനുഷ്യൻ നല്ലവനായതുകൊണ്ട് ചെയ്തില്ല. ആകെ 8 പേർ മാത്രം എഴുതി എക്കണോമിക്സ് പരീക്ഷയിലാണ് 5 വിദ്യാർത്ഥിനികളുടെ കോപ്പിയടി ഞാൻ പിടികൂടുന്നത്. പക്ഷെ ഞാൻ നിർദ്ദേശിച്ചിട്ടും ഇൻവിജിലേറ്റർ കോപ്പിയടി എന്ന പരാതി പൂഴ്ത്തി. പ്രിൻസിപ്പൽ അതിന് കൂട്ടുനിന്നു. CPM ജില്ലാ കമ്മിറ്റിയുടെ അന്നത്തെ MLA S രാജേന്ദ്രന്റെ ഇടപെടലുകളെ തുടർന്നായിരുന്നു അത്. MLA-മാര്, പുള്ളിയെ വ്യക്തിപരമായ കുറ്റം പറയല്ല, അങ്ങനെ 5 പെൺകുട്ടികളോ എന്ന് പറഞ്ഞു, സാറേ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം, നീ ഒരു കാര്യം ചെയ്യും, പീഡന പരാതി എഴുതിക്കൂട്, എന്നിട്ട് കോടതിയിലോ പോലീസിലോ 2 പരാതിയും വെച്ചങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. അതായത് ഇയാള് കോപ്പി അടിച്ചു എന്ന പരാതി പിൻവലിക്കുകയാണെങ്കിൽ നീ അവർക്കെതിരെയുള്ള പരാതിയും പിൻവലിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ഈ നമ്പർ ഇടുന്നത്. അന്നത്തെ ഓണാവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് എനിക്കെതിരെ വിദ്യാർത്ഥിനികൾ പീഡന ആരോപണം ഉന്നയിച്ചതായി അറിയുന്നത്. കോപ്പിയടി സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്തില്ലെന്നും എനിക്ക് ബോധ്യമായി. കാര്യം അങ്ങനെ ആവുമ്പോൾ പിന്നീട് കോപ്പിയടി എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അത് കൗണ്ടർ പരാതിയാണെന്ന് പറയാം. അതിനുവേണ്ടിയാ ചെയ്തത്. തുടർന്ന് ഞാൻ നേരിട്ട് സർവകലാശാലയിൽ വിളിച്ച് കോപ്പിയടി റിപ്പോർട്ട് ചെയ്തു. പീഡന പരാതിയിലെ വകുപ്പ് തല അന്വേഷണം ഏകപക്ഷീയമായിരുന്നു. ആകെ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹത്തെ അതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹം ജയിലിൽ കിടന്നു. അങ്ങനെ 11 വർഷത്തിന് ശേഷം ഇദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അതുപോലെ മതിയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വ്യാജ പരാതികൾ വരുമ്പോൾ അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് 11 വർഷം ശേഷം നീതി മതിയോ? ഇപ്പൊ 33-35 വയസ്സുകാണ്. കല്യാണമൊന്നും കഴിക്കാതെ, കുട്ടികൾ ഉണ്ടാവാതെ, കുടുംബമാവാതെ അടുത്ത 11 വർഷത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടിയാൽ മതിയെങ്കിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നാൽ മതി. അങ്ങനെയല്ല. ഇപ്പം വേണമെങ്കിൽ സെപ്റ്റംബർ 15-നാണ്, 2 ആഴ്ചയുണ്ട്. സെപ്റ്റംബർ 15-നാണ് നിയമസഭാ സമ്മേളനം ഉണ്ടാകുന്നത്. രാഹുൽ അതിശക്തനായി തിരിച്ചു വരണം. അതിനുവേണ്ടിയാകണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. എനിക്കത് രാഹുലിനോട് വ്യക്തിപരമായ യാതൊരു ഇഷ്ടം ഉണ്ടായിട്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടായിട്ട് പറയുന്നതല്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ നോക്കുക, ഒരു അനീതി നടക്കുകയാണ്. അതിനെ തടയാനുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അതാണ് നീതി, അതാണ് സത്യം, അതാണ് ദൈവീകമായ പ്രവർത്തനം. ആ മഹതിയായ ജഡ്ജിയെ പ്രണമിച്ചുകൊണ്ട് ഇതേപോലത്തുള്ള ജഡ്ജിമാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇവരാരും പേഴ്സണലി നമ്മളെ ലൈഫിൽ കാണത്തുപോലുമില്ല, പക്ഷേ ആ നീതിക്ക് വേണ്ടി നമ്മൾ പോരാടണമെന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് നേതാക്കളും കൂടി മുന്നിട്ടിറങ്ങണം. ഞങ്ങൾ വനിതാപക്ഷക്കാരാണ്, സ്ത്രീപക്ഷക്കാരാണ് എന്ന് പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് ആരെയും കുറ്റമായിട്ട് മോശമായിട്ട് പറയല്ല, നമ്മൾ ഈ സ്ത്രീപക്ഷ തെള്ളുകളൊക്കെ നല്ലതാണ്, സ്ത്രീപക്ഷമൊക്കെ ആയിരിക്കണം. പക്ഷെ അതിനർത്ഥം കൺമുന്നിൽ ഒരാണ് വേട്ടയാടുമ്പോൾ അവനെ തെള്ളിത്താഴെ ഇട്ടിട്ടാവരുത്. അങ്ങനെ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, അങ്ങനെ ആവരുത്. ഇല്ലെങ്കിൽ 11 വർഷത്തിന് ശേഷം ഇതേപോലൊരു മുഖമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കോടതി വിധിയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിന്റെ സൈഡിൽ ഒരു വാർത്ത വരും, രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി നിരപരാധിയായി, കോടതി കുറ്റവിമുക്തനാക്കി എന്നൊരു വാർത്ത വരും. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതവും കല്യാണവും കുടുംബവും കരിയറും എല്ലാം നശിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണ്ടെങ്കിൽ നമ്മൾ ശക്തമായി പോരാടണം.